വൺസ് അഗെയിൻ വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ സ്പെഷ്യൽ ഡേക്ക് സ്പെഷ്യൽ വ്ലോഗ് തന്നെ വേണ്ടേ. അപ്പോൾ ഇന്ന് ഞങ്ങളിത് മില്ലറ്റ് ലഡു മേക്കിംഗ് നടത്താൻ പോവുകയാണ്. ഇത് റെസിപ്പി വീഡിയോ ഒന്നും അല്ലാതെ ആദ്യമേ പറയാം, ഞങ്ങളുടെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ അത്രയേ ഉള്ളൂ. ആദ്യമേ നമ്മളിത് കശുവണ്ടിയൊക്കെ നന്നായി നെയ്യിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. ഒരു ബ്രൗൺ കളറ് വന്ന വരെ നന്നായി നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്യുക. മില്ലറ്റ് വെച്ചിട്ട് ലഡു ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യമായിട്ടാട്ടോ ഞാൻ അറിയുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാം പരീക്ഷിച്ച് വെക്കണേ. അപ്പോൾ നമ്മുടെ കാഷ്യൂ നന്നായി ബ്രൗൺ കളറായപ്പോൾ അതൊക്കെ വറുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മില്ലറ്റ് അത്യാവശ്യം ആ ഒരു എണ്ണയല്ല നെയ്യിൽ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത്യാവശ്യം നെയ്യ് എടുക്കാം. നെയ്യ് എടുത്തിട്ട് നന്നായി ഇതുമാതിരി റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് കരിഞ്ഞു പോലെ കേട്ടോ. അത്യാവശ്യം നമുക്ക് ഒരു പാകം അറിയാമല്ലോ, ആ ഒരു പാകം എത്തണ വരെ നമ്മൾ അത്യാവശ്യം നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞും പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇത് അത്യാവശ്യം റോസ്റ്റ് ആവാൻ നല്ല നേരം പിടിക്കും കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ബ്രൗണിഷ് കളർ വരണം, നല്ല നേരം പിടിക്കും അതിന്. അപ്പോൾ നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മുടെ മില്ലറ്റ്സ് അത്യാവശ്യം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ചെറിയ ബ്രൗൺ കളർ, നിങ്ങൾക്ക് മറ്റേതിനേക്കാളും ഡിഫറൻസ് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയാം. അത്യാവശ്യം ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചൂട് മാറാൻ വെക്കണം. ചൂട് മാറാൻ വെച്ചിട്ട് അത്യാവശ്യം നമ്മൾ മിക്സിയിൽ നമുക്ക് വേണ്ടത്ര മില്ലറ്റ്സ് മിക്സിയിൽ നമ്മളിട്ട് അരയ്ക്കുക, മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി, കറക്റ്റ് ആ ടൈമിൽ കറണ്ട് പോയി. അത് എന്താണെന്നറിയില്ല, എല്ലാ പ്രശ്നം എങ്ങനെയോ അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ഇങ്ങനെ അടിക്കണ കല്ലില്ലേ, ആ കല്ലിലാണ് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി നമ്മൾ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഡേറ്റ്സൊക്കെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെക്കുക. അത്യാവശ്യം നമ്മുടെ പാനിയൊക്കെ ഇത് സെറ്റായി നല്ല കൊഴുപ്പായിട്ട് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ പൊടിച്ച് വെച്ച മില്ലറ്റ്സ് അതിട്ട് ആഡ് ചെയ്യുക കേട്ടോ. കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതും അത്യാവശ്യം നന്നായി ഒന്ന് ഇളക്കുക, കരിഞ്ഞു പോവാതിരിക്കാൻ അടി പിടിക്കാതെ നന്നായി ഇളക്കുക കേട്ടോ. വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി പാനിയായിട്ട് ഓൾറെഡി ചേർത്തല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇത് എല്ലാം കൂടി എടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞ ഒരു പരിവാകുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു ഇളം ചൂട് ആവുമ്പോൾ മാത്രം, നല്ല ചൂട് പറ്റത്തില്ല, ഒരു ഇളം ചൂടാവുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് നമ്മുടെ ലഡു ഉണ്ടാക്കുന്ന പ്രോസസ്സ് തുടങ്ങുക. അന്നേരം നന്നായി ആദ്യം ജസ്റ്റ് കൈയിട്ട് നന്നായി കുഴച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ലഡു ഉണ്ടാക്കണ പോലെ ഓരോരോ ഉരുള ആക്കിയിട്ട് നന്നായി വെക്കുക. ഇത് ശരിക്കും പൊടിഞ്ഞൊന്നും പോകത്തില്ല. ആദ്യമൊക്കെ ഫസ്റ്റ് ടൈം 2 ചെയ്തപ്പോൾ ജസ്റ്റ് പൊടിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ പിന്നെ അതങ്ങനെ ആയപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ല. ഗൈസ്, ഫൈനലി നമ്മുടെ മില്ലറ്റ് ലഡു ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പല വെറൈറ്റി ഫുഡ്സൊക്കെ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി മേക്കിങ് ചെയ്ത് നോക്കുക കേട്ടോ. ചുമ്മാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും ചെറിയൊരു പരീക്ഷണമായിരുന്നു. ഇത് വിജയിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. എല്ലാവരും അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.